ഹായ്. ഇതാ നമ്മുടെ HST ഫിസിക്സിന്റെ പരീക്ഷയുടെ ഡേറ്റ് വന്നു എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? ജൂൺ 30-നാണ് പരീക്ഷ. HST ഫിസിക്സിന്റെ സിലബസും നമുക്കറിയാം, വളരെ വാസ്റ്റ് സിലബസ് ആണ്. ഈ വാസ്റ്റ് സിലബസ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാം? ആ പഠിച്ചു തീർക്കാനുള്ള സ്ട്രാറ്റജിയുമായിട്ടാണ് നമ്മൾ ഒരു പുതിയ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ്. ഈ ക്രാഷ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന്റെ മുന്നോടിയായി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സിലബസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നാണ്, ഫിസിക്സിലെ പാർട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി പാർട്ട് ഉണ്ട്, അത് 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്ന ആ 2 മൊഡ്യൂളിലും കൂടി ചേർത്തിട്ട് 14 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്നും 7 മാർക്കും, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്നും ന്യൂക്ലിയർ പാർട്ടിൽ നിന്നും 7 മാർക്കും, സോളിഡ് സ്റ്റേറ്റിൽ നിന്നും വീണ്ടും 7 മാർക്ക് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ നിന്നും 7 മാർക്സ് തന്നെയാണ് ഉണ്ടാവുക. അതുപോലെ ആറ്റമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നും 7 മാർക്കും, ലേസറിൽ നിന്നും ഫൈബർ ഓപ്റ്റിക്സിൽ നിന്നും കൂടി ചേർന്നിട്ട് 7 മാർക്കിന്റെ ചോദ്യങ്ങളും അവിടെ ഉണ്ടാകും അല്ലെ? അപ്പൊ സിലബസ് നമുക്കറിയാം. ശരിക്കും ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി, ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസർ, ഇത്തരം ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിഗ്രി ലെവലിൽ നിന്നും മാറി MSc ലെവലിലേക്ക് ഉയരാതെ രണ്ടിന്റെയും ഇടത്തരം ഭാഗത്ത് നിൽക്കുന്ന പോർഷൻസ് ആണ് നമുക്ക് ക്ലാസിക്കലിലും മാത്തമാറ്റിക്കൽ മെത്തേഡ്സിലും ഇലക്ട്രോണിക്സിലും ക്വാണ്ടം മെക്കാനിക്സിലും ഒക്കെ തന്നെ പഠിക്കാനായിട്ടുള്ളത്. സിലബസ് നോക്കുന്നവർ അല്ലെങ്കിൽ MSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. പക്ഷെ ചെറിയൊരു പ്രശ്നം, മാത്തമാറ്റിക്കൽ മെത്തേഡ്സിലെ പോർഷനിൽ ചെറിയൊരു അപാകത എന്ന് പറയാൻ പറ്റില്ല. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് തുടങ്ങുന്നത് ശരിക്കും നമ്മുടെ സ്പെഷ്യൽ ഫംഗ്ഷനിൽ നിന്നൊക്കെയാണ്. നമ്മുടെ വെക്ടർ കാൽക്കുലസും വെക്ടർ ആൾജിബ്രയും ഈ ഭാഗങ്ങളെല്ലാം തന്നെ വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഭാഗങ്ങളൊന്നും തന്നെ നമുക്ക് ഡീറ്റെയിൽ വളരെ ഒരു ഡിഗ്രി ലെവൽ ഡെപ്തിലേക്കുള്ള കാര്യങ്ങളില്ല. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നും പറയുകയാണെങ്കിൽ നമ്മൾ ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ മെക്കാനിക്സും കാര്യങ്ങളൊക്കെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലും പഠിക്കാനുള്ളത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഡിഗ്രിയുടെയും MScയുടെയും ഒരു ഇടത്തര പഠനം നമ്മൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചു തീർക്കണം. അതിന് നമുക്ക് കൃത്യമായ എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ കോർ കണ്ടന്റുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഈ ഇത്രയും വലിയൊരു വാസ്റ്റ് പേപ്പറുകൾ നമ്മൾ ആദ്യത്തെ 4 സെമസ്റ്ററിൽ MScക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന എല്ലാ പേപ്പറിന്റെയും ഒരു ഓവറോൾ ഇൻഡെപ്ത് ഐഡിയ നമുക്കുണ്ടെങ്കിൽ HSST വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്ത് സോൾവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ഈ ഭാഗങ്ങൾ എടുക്കുന്നത് ബേസിക്കലി ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെയും ന്യൂക്ലിയർ ഫിസിക്സിന്റെയും സോളിഡ് സ്റ്റേറ്റിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾക്ക് പറയുകയാണെങ്കിൽ, അതുപോലെ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സ് എടുക്കുന്നത് നമ്മുടെ സേതുമാധവൻ സാറാണ്. അതുപോലെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സും ഗ്രൂപ്പ് തിയറിയും സാർ തന്നെയാണ് എടുക്കുന്നത്. ഇലക്ട്രോണിക്സ് നമ്മുടെ PSMO കോളേജിൽ നിന്നും റിട്ടയർഡായ നമ്മുടെ VC സുരേഷ് സാറാണ് എടുക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് മടപ്പള്ളി കോളേജിലെ സുരേഷ് ബാബു സാറാണ് എടുക്കുന്നത്. അപ്പം അതുപോലെ ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് ഭാഗങ്ങൾ ഞാനും, ആറ്റമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ഭാഗങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ഈ ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ആണ് ശരിക്കും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും കിട്ടാനായിട്ട് പോകുന്നത്. ഈ പഠനത്തിന്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്ലാസ്സിന്റെ ക്രാഷ് കോഴ്സിന്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. സിലബസിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. വീക്ക്ലി എക്സാംസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പൊ വന്ന ബാച്ചുകൾക്കെല്ലാം നമ്മൾ ഡെയിലി എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻസ് ഉണ്ട്, പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ജൂൺ 30-ന് പരീക്ഷയ്ക്ക് എഴുതണമെങ്കിൽ നമ്മൾ മെയ്യോടൊക്കെ ഈ പഠനം പൂർത്തിയാവണം. അപ്പൊ മെയ്യോടൊക്കെ തന്നെ എല്ലാവരുടെയും ബാച്ചിന്റെയും ക്ലാസ്സുകൾ അവസാനിക്കുകയും അതിനുശേഷം നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ക്രാഷ് ബാച്ചിന്റെ പ്രത്യേകത, ഈ ക്രാഷ് ബാച്ച് ഇപ്പൊ ഓടുന്ന റെഗുലർ ബാച്ചിന്റെ കൂടെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾക്ക് പഠിച്ച് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് റിവിഷനിലേക്ക് നിങ്ങളെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ് ക്രാഷ് ബാച്ചിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. നമുക്കറിയാം സുരേഷ് സാറുണ്ട്, സേതുമാധവൻ സാറ്, ഞാൻ അതുപോലെ തന്നെ സുരേഷ് സാർ ഫോട്ടോ ഉണ്ട്. അതുപോലെ ആള് നമുക്ക് ഇത് ജസ്റ്റ് ഒരു നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വെച്ചു എന്ന് മാത്രം. അപ്പൊ അവിടെ ഈ ഒരു ജെമ്മായിട്ടുള്ള ആളുകളാണ് നമുക്ക് ശരിക്കും ക്ലാസ്സിന്റെ പിറകിലുള്ളത്. അപ്പൊ അത് നിങ്ങൾ മിസ്സാവരുത്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ 22 അല്ലെങ്കിൽ 44 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ.